ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോലിമീനാണ്. നമ്മുടെ നാട്ടിൽ കോലിമീൻ എന്നാണ് പറയുന്നത്. ഈ കോലിമീൻ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ മസാല ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി, ഇത് നമ്മൾ കല്ലിലിട്ടിട്ട് ചതച്ചതാണ്. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താണ് ഇഞ്ചി വെളുത്തുള്ളി. അപ്പം നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ലെമണിൻ്റെ പകുതി കേട്ടോ, നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ചെറിയ അധികമായിട്ടൊന്നും വേണ്ട, ലേശം നമ്മൾ മസാല ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. നമുക്കത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. മസാല അധികം ലൂസായി പോകും വേണ്ട, നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ ഊർന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കട്ടിയിലാണ് കേട്ടോ മസാല തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ നമ്മളിതിന് കഴുകി വൃത്തിയാക്കി വരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിവിടെയൊക്കെ നമ്മളിങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി മസാല തേച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതിൽ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ മസാല കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് കുട്ടികൾക്കുള്ള കാര്യം ഓവർ സ്പൈസ് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ലൈറ്റായിട്ടുള്ള മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഈ ഫിഷിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ വെട്ടി മാറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ സ്ട്രക്ചർ അതുപോലെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിനൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല, അതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാനാണ്. നമ്മൾ ഓവർ സ്പൈസ് ഒന്നും ചേർക്കുന്നില്ല, സ്പൈസ് നല്ല ഓവർ മസാലയെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ലൈറ്റായിട്ടുള്ള മസാല മാത്രമേ കേട്ടോ ഒന്ന് വെക്കുന്നുള്ളൂ, നമുക്ക് മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ മീനിൽ നല്ല മസാല തേച്ച് വെച്ചിരിക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട് അതിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 15-20 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വെക്കാം, എന്നിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാനിൽ ഒഴിച്ച എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് മീനിൻ്റെ ഷേപ്പൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൊമ്പുണ്ട്. അപ്പോൾ നമുക്കൊരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോലിമീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ ഇട്ട് അതിൻ്റെ കൊമ്പും മുള്ളൊക്കെ അതുപോലെ നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതാ കോലി ഫ്രൈ.